നിങ്ങളൊരു NRI ആണോ? അത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയമാണ്. റിട്ടേൺ ഫയൽ ചെയ്യണ്ടേ? എന്തിന്? ഞാൻ NRI അല്ലേ, ഞാൻ എന്തിനാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണേ? അങ്ങനെ പറയുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായി നിങ്ങൾ കാണുക, അദ്ദേഹത്തിനും ഷെയർ ചെയ്ത് കൊടുക്കണേ. NRI ആണ് എന്ന് കരുതി ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണ്ട എന്ന് കരുതി അത് മാറ്റിവെച്ചാൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്ന് വെച്ചാല് NRI ആണെങ്കിലും ഇന്ത്യയിലെ ടാക്സ് ബാധകമായ വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് NROയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിലെ ഇൻട്രസ്റ്റ്, വാടക വരുമാനം, ബിസിനസ് ഇൻകം, ഷെയർസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വിറ്റിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ, ഇതെല്ലാം ഉണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഇന്ത്യയിൽ ഫയൽ ചെയ്തിരിക്കണം. ഇനി ഇതൊക്കെ ഉണ്ടായിട്ടും ITR ഫയൽ ചെയ്യാതെ പോയാലോ? ടാക്സ് റീഫണ്ട് ലഭിക്കില്ല. TDS അധികമായി പിടിച്ചാൽ അത് തിരികെ കിട്ടില്ല. ഫയൽ ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് പലിശയും അധിക പലിശയും വന്നേക്കാം. ഭാവിയില് ലോണ്, വിസ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വെരിഫിക്കേഷൻ സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. സോ ടു കൺക്ലൂഡ്, എല്ലാ NRIകൾക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ബാധകമല്ല. പക്ഷേ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും ഇൻകം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഈ അറിവ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ.